ചരിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ വീണുഗാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനായിട്ടാണ്. അതിമനോഹരനായ വീണുഗാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണന്റെ പാദത്തിലെ അനന്തകോടി നമസ്കാരം പറയുന്നു. കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാൽ രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്നലെ ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു. കുറച്ചുപേരെ ആ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. കാരണം കുറച്ചുപേരെ കണ്ടിട്ടുള്ളൂ തോന്നുന്നു ആ ചോദ്യം. വീഡിയോ അവസാനം വരെ കാണുന്നവർ മാത്രമായിരിക്കും ഇന്നലത്തെ ചോദ്യം കണ്ടിട്ടുണ്ടാവുക. ഞാൻ ചോദിച്ചത് ജടായുവിന്റെ സഹോദരൻ ആരാണ് എന്നാണ്. അപ്പൊ ഇന്നത്തെ കഥയിലൂടെ ഞാനത് വിശദീകരിക്കാം. ആദ്യമായിട്ട് ഞാനൊരു ചോദ്യം വായിക്കാം. അതും ഇന്നത്തെ കഥയിൽ ഉൾപ്പെടുത്തേണ്ട ഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കഥയാണ്. അതുകൊണ്ടാണ് രമ്യ നായർ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത, ബാലിയെ ഒളിയമ്പ് ചെയ്ത് കൊന്നതിന് ഒരുപാട് നീതികൾ ശ്രീരാമദേവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാലിക്ക്. അതിലൊന്നാണ് സഹോദരി പത്നിയെ ഭാര്യയാക്കി അടക്കി വെച്ചിരിക്കുന്നത് പാപമാണ്. അതിനൊപ്പം സ്വന്തം ശക്തിയിലും ഭക്തിയിലും അഹങ്കാരവും ബാലിക്ക് ഉണ്ടായിരുന്നു എന്നതും. പക്ഷേ ഇതിന് കൊല്ലുക എന്നുള്ള ഒരു ശിക്ഷ കൊടുക്കേണ്ടിയിരുന്നോ എന്ന് പലതവണയും രാമായണം വായിക്കുമ്പോൾ വിഷമത്തോടെ ചിന്തിക്കാറുണ്ട്. അത് ശരിയായിരുന്നു ശ്രീരാമദേവൻ ചെയ്തത്. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ സുഗ്രീവനും ഇതേ തെറ്റ് ആവർത്തിക്കുന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് സുഗ്രീവനെ ശ്രീരാമദേവൻ വധിച്ചില്ല? രാമായണത്തിൽ തന്നെ സീതാന്വേഷണത്തിനായി ദക്ഷിണ ദിക്കിലേക്ക് പോയ വാനര സംഘത്തിൽപ്പെട്ട അങ്കദൻ പറയുന്ന ഒരു രംഗം തന്നെയുണ്ട്. മാതാവിനെ പോലെ കാണേണ്ട ജ്യേഷ്ഠപത്നിയെ പത്നിയാക്കി വെച്ചിരിക്കുന്ന സുഗ്രീവൻ എന്ന്. അപ്പോൾ ബാലിയെ വധിക്കുന്നതിന് മുൻപ് ബാലി സുഗ്രീവ പത്നിയായ രുമയോട് ചെയ്ത അതേ തെറ്റ് തന്നെയല്ലേ സുഗ്രീവൻ തൻ്റെ ജ്യേഷ്ഠപത്നിയായ മാതാവിൻ്റെ സ്ഥാനത്തുള്ള താരയോട് ചെയ്തത്? എന്നിട്ട് എന്തുകൊണ്ട് സുഗ്രീവനെ വധിച്ചില്ല? എന്തുകൊണ്ട് രണ്ടുപേർക്കും രണ്ട് നയം? എല്ലാ വർഷവും രാമായണം വായിക്കുമ്പോൾ ഈ രംഗം എത്തുമ്പോൾ ഒരു വിഷമമാണ്. എന്താണ് ഭഗവാൻ ഇങ്ങനെ ചെയ്തത് എന്നതിൻ്റെ ഉത്തരം കിട്ടാത്തത് കൊണ്ട്. ഒരു ഉത്തരം പറഞ്ഞു തരാമോ ഭഗവാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ നോക്കാം. ഇന്നത്തെ കഥ വരുന്നത്, നമ്മൾ ഇന്നലെ ആ ശബരിയുടെ കഥയൊക്കെ കേട്ടു അല്ലേ? ശബരി ആശ്രമത്തിൽ നിന്ന് പിന്നെയും മുന്നോട്ട് പോയി ഋഷ്യമുഖ ജലത്തിലേക്ക് പോവുകയാണ് രാമനും ലക്ഷ്മണനും ചേർന്ന്. ആ സമയത്താണ് അവിടെ സുഗ്രീവൻ ഉണ്ടായിരുന്നു. സുഗ്രീവൻ അകലെ നിന്നേ ആയുധധാരികളായ രണ്ട് യുവാക്കൾ കടന്നു വരുന്നത് കണ്ടപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് നിരൂപിച്ചുവിട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടാണോ വരുന്നത് എന്ന് അറിയാനായിട്ട് ഹനുമാനെ പറഞ്ഞയച്ചു. ഹനുമാൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നിട്ട് ഇവരുടെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ജ്ഞാനമുള്ള ഒരു ബ്രാഹ്മണനാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് കരുതിയാണ് ശ്രീരാമൻ ആദ്യം സംസാരിച്ചത്. എങ്കിലും അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കിയ ഹനുമാൻ സ്വന്തം രൂപത്തിൽ വന്ന് സുഗ്രീവന്റെ അടുത്തേക്ക് രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ സുഗ്രീവനുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായി സുഗ്രീവന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതും ശ്രീരാമദേവൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് എന്നും. രണ്ടുപേരും കൂടെ ഒരു സൗഹൃദ ഉടമ്പടി അഗ്നിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ചെയ്യുകയാണ്. സുഗ്രീവന്റെ രാജ്യം വീണ്ടെടുത്തു കൊടുക്കുകയാണെങ്കിൽ, ബാലിയെ വധിച്ച് രുമയെ മോചിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ സീതാന്വേഷണത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊള്ളാം എന്ന് സുഗ്രീവൻ രാമന് പ്രതിജ്ഞ ചെയ്തു കൊടുക്കുകയാണ്. ആ സമയത്ത് രാമൻ അത് സമ്മതിക്കുകയും രണ്ടുപേര് അതായത് സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിക്കുകയും ബാലിയും സുഗ്രീവനും യുദ്ധം ചെയ്യുന്നത് മറഞ്ഞിരുന്നു കൊണ്ട് ശ്രീരാമദേവൻ കാണുകയും ആദ്യം അമ്പ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. കാരണം ബാലിയെയും സുഗ്രീവനെയും കാണാൻ കാഴ്ചയിൽ ഒരുപോലെയാണ്. ഇതിൽ ആരെയാണ് അമ്പ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് ആദ്യം ഒരു ആശങ്ക ഉണ്ടായിത്രേ. പിന്നീട് ഹനുമാൻ സ്വാമി സുഗ്രീവന് ഒരു മാല ചാർത്തി കൊടുത്തു. അപ്പൊ മാലയുള്ളത് സുഗ്രീവൻ, മാലയില്ലാത്തത്
ബാലി എന്ന് മനസ്സിലായി. അങ്ങനെ ബാലിയെ 7 വൃക്ഷങ്ങൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് ശ്രീരാമദേവൻ ബാണം അയക്കുകയാണ്. രാമബാണത്തിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ, ലക്ഷ്യഭേദകമാണ് എന്ന്. അങ്ങനെ ഒളിയമ്പ് ചെയ്തുകൊണ്ട് ബാലിയെ വീഴ്ത്തി. ആ സമയത്ത് ബാലി ചോദിക്കുന്നുണ്ട്, എന്ത് തെറ്റാണ് ഞാൻ അങ്ങയോട് ചെയ്തത്, അങ്ങ് എന്തിനാണ് എന്നെ ഇങ്ങനെ ഒളിയമ്പ് ചെയ്ത് വീഴ്ത്തിയത് എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇക്ഷ്വാകു വംശത്തിലെ മഹാരാജാവാണ്. ഇക്ഷ്വാകു വംശത്തിൻ്റെ ഒരു പരമ്പരയിൽപ്പെട്ട നിന്റെ ഈ ഒരു പരമ്പരയിൽ നീ ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ചെയ്തത്. എന്താണ് ചെയ്തത്? സഹോദരി പത്നിയെ വളരെയധികം ബലം പ്രയോഗിച്ച് നീ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തമാക്കി കൈയടക്കി വെച്ചിരിക്കുന്നു. അത് വലിയ മഹാപാപമാണ്. സ്ത്രീകളെ അപമാനിക്കുന്ന പുരുഷന്മാര്, അത് ഏത് നിലയിലുള്ള പുരുഷന്മാരാണെങ്കിലും അവർക്ക് അധപതനം ഉറപ്പാണ്. അത് മാത്രമല്ല, ബാലിക്ക് ബാലിയുടെ ശക്തിയിലും വളരെയധികം അഹങ്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വധിക്കുന്നത്. അത് മാത്രമല്ല, നിനക്ക് നേർ വന്നാൽ എൻ്റെ പകുതി ശക്തി നിന്നിലേക്ക് വരും. നീ ഒരു ശരിയായ നേർവഴിക്ക് നടക്കുന്ന ആളല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ശക്തി പകുതി നിന്നിലേക്ക് വന്നാൽ നീ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് ഒളിയമ്പ് ചെയ്യേണ്ടി വന്നത് എന്ന്. അപ്പോൾ ഇവിടെ ഭക്തയുടെ ചോദ്യം എന്താന്ന് വെച്ചാൽ, അതേ തെറ്റ് തന്നെയല്ലേ സുഗ്രീവൻ ചെയ്തത് എന്ന്? ഒരിക്കലുമല്ല. ബാലി സുഗ്രീവൻ ജീവിച്ചിരിക്കെയാണ് സുഗ്രീവന്റെ പത്നിയെ സ്വന്തം അനിയത്തിയായി കാണേണ്ട, മകളുടെ സ്ഥാനത്ത് കാണേണ്ട ആ ഒരു സ്ത്രീരത്നത്തിനെ സ്വന്തമാക്കിയത് സുഗ്രീവൻ ജീവിച്ചിരിക്കുമ്പോൾ. എന്നാൽ അന്നത്തെ കാലത്തെ വാനരസേനയുടെ ഇടയിലുള്ള ഒരു നിയമമായിരുന്നു, ആരാണോ രാജാവിനെ വധിക്കുന്നത് അവരുടെ രാജപത്നിയെ കൂടി സർവവിധ ബഹുമാനപൂർവം അവരെ സംരക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ ബാലി വധിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ബാലിയുടെ ഭാര്യയായ താരയെ സംരക്ഷിക്കാനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും വരുന്നത് സുഗ്രീവനാണ്. സുഗ്രീവൻ അവിടെ അത് മാത്രമാണ് ചെയ്തത്. സുഗ്രീവൻ ബാലിക്ക് വാക്കു കൊടുത്തിരുന്നു, അങ്കദൻ എന്ന ബാലിയുടെ പുത്രനെ യുവരാജാവായി വാഴിച്ചോളാം എന്നും താരയെ സംരക്ഷിച്ചു കൊള്ളാം എന്നും. ആ വാക്കിന്റെ, ആ ഉടമ്പടിയുടെ പ്രകാരമാണ് താരയെ സുഗ്രീവൻ സംരക്ഷിക്കാൻ തയ്യാറായത്. നേരെ മറിച്ച് രുമയോട് ചെയ്തത് ഇന്നും കടുത്ത പാപം തന്നെയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ എങ്ങനെയാണ് രമ്യയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാൻ സാധിച്ചത്? കാരണം ഒരു സ്ത്രീയെ അവളുടെ സമ്മതമില്ലാതെ തൊടുന്ന പുരുഷൻ, അത് ഏത് കാലത്താണെങ്കിലും ആ പുരുഷൻ വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അർഹിക്കുന്നില്ല എന്ന നിലപാടാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കടുത്ത നടപടി എടുത്ത ബാലിയോട് ഇത് തന്നെയല്ലേ ചെയ്യേണ്ടത്? ഇതിൽ കുറഞ്ഞത് എന്താണ് ബാലിക്ക് നൽകേണ്ടത്? ഒരിക്കലും ഇതിൽ കുറഞ്ഞ ഒന്നും. രാവണനാണെങ്കിലും ബാലിയാണെങ്കിലും ചെയ്തത് ഒരേ തെറ്റാണ്. അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുകയും പ്രാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇതിൽ പരം വലിയൊരു തെറ്റ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മറ്റെന്താണുള്ളത്? അപ്പൊ അതൊരിക്കലും ചെയ്യരുത്. ചെയ്യാൻ പാടില്ലാത്ത തെറ്റായതുകൊണ്ട് തന്നെയാണ് ധർമ്മത്തിൽ ഊന്നി ജീവിക്കുന്ന ശ്രീരാമദേവൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്നാണ് ഞാൻ രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ സുഗ്രീവന്റെ ഭാര്യയായി മാറിയത് അന്നത്തെ കാലത്തിലെ നിലവിലുള്ള നിയമപ്രകാരമാണ് സുഗ്രീവൻ ഈ ഒരു കാര്യം ചെയ്തത്. അങ്ങനെ ആ ഒരു സുഗ്രീവന് രാജ്യം വീണ്ടെടുത്തു കൊടുത്തു. കിഷ്കിന്ധാപുരി സുഗ്രീവന്റെ ഭരണത്തിൽ അങ്കദനെ യുവരാജാവായി വാഴിച്ചതിന് ശേഷം സുഗ്രീവന്റെ ഭരണത്തിൽ വളരെയധികം മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴേക്കും ഒക്കെ സുഗ്രീവനും നമ്മുടെ ഒരു സ്വഭാവം വന്നു കേട്ടോ. ഈ പാലം കടക്കുവോളം നാരായണ എന്ന് പറയുന്ന പോലെ അദ്ദേഹവും ആ സീതാന്വേഷണത്തിന്റെ കാര്യമൊക്കെ മറന്നുപോയി. അങ്ങനെ അദ്ദേഹം എന്താ ചെയ്തു? സീതാന്വേഷണത്തിന്റെ കാര്യം മറന്ന് ഭരണപരമായ കാര്യങ്ങളിൽ മുഴുകി. ലക്ഷ്മണന് ഇത് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. ലക്ഷ്മണൻ നേരെ അങ്ങോട്ട് ചെന്നു. ആ സമയത്ത് താരയാണ് ലക്ഷ്മണനെ കുറച്ചെങ്കിലും ആശ്വസിപ്പിക്കുന്നത്. ലക്ഷ്മണൻ നേരെ പോയി സുഗ്രീവന്റെ അടുത്ത് പറയുന്നത്, ആ ബാലിയെ വധിച്ച അമ്പ് ഇപ്പോഴും എൻ്റെ ജ്യേഷ്ഠന്റെ കയ്യിലുണ്ട് കേട്ടോ. ആ ബാണം എൻ്റെ ജ്യേഷ്ഠന്റെ കയ്യിൽ അതേപോലെ തന്നെ ഉണ്ട്, അത് മറക്കണ്ട എന്ന്. അത് മാത്രമേ പറഞ്ഞുള്ളൂ. അത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി രാമന്റെ പരാക്രമം നേരിട്ട് കണ്ടിട്ടുള്ള, ബോധ്യപ്പെട്ടിട്ടുള്ള സുഗ്രീവന് അത് വലിയൊരു വാണിംഗ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സുഗ്രീവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, വാനര സംഘങ്ങളെ, വാനര സൈന്യത്തെ കുറേ ഭാഗങ്ങളായി തിരിച്ച് സംഘമാക്കി ഓരോരുത്തരെയും ഓരോ മേഖലയിലേക്ക് സീതാന്വേഷണത്തിനായി പുറപ്പെടുവിച്ചു.
ആ സമയത്ത് തെക്ക് ദേശത്തേക്ക് പോയവരായിരുന്നു ഹനുമാനും ജാമ്പവാനും അതുപോലെ തന്നെ അംഗദനും നളനും തുടങ്ങിയ കുറച്ച് വാനരസേന തെക്ക് ദേശത്തേക്ക് പോയതായിരുന്നു. എത്ര അന്വേഷിച്ചിട്ടും ഗുഹകളിൽ തേടി, വനപ്രദേശത്ത് തേടി, നദിക്കരയിൽ തേടി, എവിടെ അന്വേഷിച്ചിട്ടും സീതയെ കുറിച്ച് ഒരു തുമ്പും കിട്ടുന്നില്ല. അവസാനം അവർക്ക് മനസ്സിലായി സുഗ്രീവൻ അവർക്ക് നൽകിയിരുന്ന സമയം ഏതാണ്ട് 1 മാസമായിരുന്നു. ആ 1 മാസം അവസാനിക്കാറായി. സീതയെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുഗ്രീവനെ സമീപിക്കുന്നതിലും ഭേദം ഇവിടെ പ്രായോപവേശത്തിലിരുന്ന് മരിക്കുന്നതാണ്, അതായത് ഉപവാസം ചെയ്ത് മരിക്കുന്നതാണ് നല്ലത് എന്ന്. അങ്ങനെ അവരെ ദർഭപ്പുല്ലൊക്കെ വിരിച്ച് മരണത്തെ വരിക്കാനായിട്ട് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ആ ജടായു ഒക്കെ എന്തൊരു ഭാഗ്യം ചെയ്ത ജന്മമാണ്. ശ്രീരാമദേവന് വേണ്ടി സീതാദേവിയെ മോചിപ്പിക്കാനായി രാവണനോട് യുദ്ധം ചെയ്ത വീരമരണമാണ് അദ്ദേഹം പ്രാപിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ രാമൻ സ്വന്തം മകനെ പോലെ നിന്നുകൊണ്ട് ചെയ്തു. അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ നമുക്ക് സീതാന്വേഷണത്തിൽ ഒരടി മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചില്ല. സീത അമ്മ എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഉപവസിച്ച് മരിക്കാനായില്ലോ യോഗം. ജടായുവിൻ്റെ പോലെ ആവണമായിരുന്നു നമ്മളും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ പറയുന്നത് കേട്ടൂത്രേ ഒരു വൃദ്ധനായ കഴുകൻ എന്ന സമ്പാദി ഇത് കേട്ടതും അദ്ദേഹത്തിന്റെ ഗുഹയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അദ്ദേഹത്തിന്റെ ചിറകുകളെല്ലാം കരിഞ്ഞ അവസ്ഥയിലുള്ള ഒരു വൃദ്ധനായ വലിയ ആജാനബാഹുവായിട്ടുള്ള ഒരു കഴുകനാണ് ഇറങ്ങി വരുന്നത്. ഇവരെ കണ്ടപ്പോൾ വാനരന്മാരെല്ലാവരും ആദ്യം പേടിച്ചു. കാരണം ഇദ്ദേഹം എന്തിനാ വരണേന്ന് അറിയില്ലല്ലോ, ഇദ്ദേഹം ആക്രമിക്കാനാണോ വരണേന്ന് അറിയില്ലല്ലോ. അപ്പൊ ഇവരെല്ലാവരും കൂടി പേടിച്ച് ഭയപ്പെടുന്നത് കണ്ടപ്പോൾ സമ്പാദി പറഞ്ഞു, ഭയപ്പെടണ്ട, ഞാൻ നിങ്ങളെ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം കേൾക്കാനിടയായി. എൻ്റെ സഹോദരനായ ജടായുവിനെ കുറിച്ചാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ ജടായുവിന് എന്ത് സംഭവിച്ചു എന്നറിയാനാണ് സമ്പാദി എന്ന ജടായുവിൻ്റെ ജ്യേഷ്ഠനായ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ജടായുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാവണനുമായി യുദ്ധം ചെയ്തു, അവസാനം ജടായു വീരമൃത്യു വരിച്ചു എന്ന്. സമ്പാദിക്ക് ഇത് കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി. അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു. ജടായുവും സമ്പാദിയും രണ്ടുപേരും സഹോദരന്മാരായിരുന്നു എന്നും അവർ രണ്ടുപേരും ഒരു പന്തയം വെച്ചു, ആരാണ് ഏറ്റവും ഉയരത്തിൽ പറക്കുക എന്ന്. അങ്ങനെ ഉയരത്തിൽ പറന്ന് സൂര്യനോട് അടുക്കും തോറും ചിറകുകളുടെ ചിറകുകൾക്ക് തീജ്വാല പൊള്ളാൻ തുടങ്ങി എന്ന് കണ്ടപ്പോൾ ജടായുവിന് ഒന്നും സംഭവിക്കരുത് എന്ന് കരുതി സമ്പാദി ജടായുവിൻ്റെയും മുകളിലായിട്ട് പറന്നുകൊണ്ട് ജടായുവിനെ തൻ്റെ സ്വന്തം ചിറകുകൾക്കുള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചു. ഫലം എന്തായി? ജടായുവിന് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ സമ്പാദി അദ്ദേഹത്തിൻ്റെ ചിറക് കരിഞ്ഞ് നിലത്ത് വീഴാനിടയായി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് സങ്കടം ഉണ്ടായി എന്ന് വെച്ചാലും മുനിമാരെല്ലാം അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു. ശ്രീരാമദേവന് ഉപകാരം ചെയ്യാൻ നീ ഇനി ജീവിച്ചേ പറ്റൂ. ശ്രീരാമദേവന്റെ സീതാന്വേഷണ സമയത്ത് വാനര സൈന്യത്തിന് സീതാദേവിയെ എവിടെയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ നിന്നെ കൊണ്ടേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സമ്പാദിയെ അനുഗ്രഹിച്ചത്. ആ സമയത്ത് സമ്പാദി ഗുഹാപ്രവേശം ചെയ്തിരിക്കുകയായിരുന്നു. അദ്ദേഹം ആ സമയത്ത് ഒരു മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ദൂരേക്ക് കാഴ്ചയുണ്ട് കേട്ടോ, ഒരുപാട് ദൂരത്തേക്ക് അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. അങ്ങനെ 100 യോജന സമുദ്രത്തിന്റെ മറുവശത്തുള്ള ലങ്കാപുരി അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. ആ ലങ്കാപുരിയിലെ അശോകവനികയില് സീതാദേവി രാവണന്റെ തടങ്കിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ അദ്ദേഹം ഈ വാനരപ്പടയെ ധരിപ്പിക്കുകയാണ്. അപ്പോൾ വാനരപ്പടയോട് ഒരു കാര്യവും കൂടി പറയും, നിങ്ങളിൽ ഒരാൾക്ക് ഈ ഒരു സമുദ്രം താണ്ടിക്കടക്കാനുള്ള ശക്തിയുണ്ട്. നിങ്ങളിൽ ഒരാൾ അങ്ങനെ സമുദ്രം ചാടിക്കടന്ന് സീതാദേവിയെ കണ്ടെത്താൻ ഇടവരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അങ്ങേ ലോകത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ശ്രീരാമദേവനെ സന്തോഷിക്കാനായിട്ട് ഒരു നിയോഗം അവിടെ സമ്പാദിക്കേണ്ടത്. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? എന്ത് കാര്യമാണെങ്കിലും ഭഗവാന് സന്തോഷമാകുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ അതിന്
10 ഇരട്ടി ഫലം നമുക്ക് തരും. അദ്ദേഹത്തിൻ്റെ ചിറക് കരിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദുർഘടങ്ങൾ വന്നു, നല്ല ബുദ്ധിമുട്ടുകൾ വന്നു. എന്നിട്ടും അദ്ദേഹം എന്താ ചെയ്തത്? ശ്രീരാമദേവന് വേണ്ടി ഒരു ഉപകാരം ചെയ്യാനായിട്ട് അവിടെ കാത്തിരിക്കുകയായിരുന്നു. ഇത് ശ്രീരാമദേവൻ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് അങ്ങേ ലോകത്ത് അത്രയധികം സ്വീകാര്യത നൽകുകയും ചെയ്തു എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതിനുശേഷമാണ്, ഇതുവരെയാണ് ഈ കിഷ്കിന്ധാകാന്ഡം എന്ന ആ ഭാഗം വരുന്നത്. ഇനി അതിനുശേഷമാണ് അടുത്ത ഭാഗങ്ങൾ. അത് നമുക്ക് അടുത്ത ദിവസം എന്താ പറയുക പറയാവുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ സമുദ്രം 100 യോജന സമുദ്രം ചാടിക്കടന്ന ലങ്കാപുരിയിലേക്ക് എത്തുന്നത് ഹനുമാൻ സ്വാമിയാണ് എന്ന്, അല്ലേ? ഈ ഹനുമാൻ സ്വാമിക്ക് ഇത്രയും ശക്തിയുണ്ട് എന്ന ബോധം അദ്ദേഹത്തിന് വരുത്തിയത് ആരാണ്? അതാണ് ഇന്നത്തെ ചോദ്യം. അത് മാത്രമല്ല, എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹത്തിന്, പേര് പറഞ്ഞാൽ മതി കേട്ടോ, അദ്ദേഹത്തിന് ഈ സമുദ്രം ചാടിക്കടക്കുമ്പോൾ ഉണ്ടായത്? ആരൊക്കെയാണ് അദ്ദേഹത്തിന്, ഏതൊക്കെ തരത്തിലാണ് അദ്ദേഹത്തിനെ സമീപിച്ചത് എന്നുള്ളത്, അത് ആരൊക്കെയാണ് അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിച്ചത് എന്ന പേര് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ അതാണ് ഇന്നത്തെ ചോദ്യം വരുന്നത്. ആരാണ് അദ്ദേഹത്തിൻ്റെ ആ ശക്തിയെക്കുറിച്ച് അദ്ദേഹത്തിനെ ബോധവൽക്കരിച്ചത്? ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹത്തിന് ആ സമുദ്രം ചാടി കടക്കുന്ന സമയത്ത് ഉണ്ടായത്? ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ചോദ്യവും ഞാൻ എടുത്തു കഴിഞ്ഞു, പ്രേക്ഷകരുടെ ചോദ്യം. അപ്പോൾ ഇനി അടുത്ത ദിവസത്തെ ആ ഒരു ഭാഗം കൂടി നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഇന്നത്തെ ചോദ്യം പറയുന്നതിന് മുൻപ്, ഇന്നലെ ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉഷപൂജ കൃഷ്ണൻ എവിടെയാണ് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ഉണ്ണികൃഷ്ണനെ തന്നെ ഉഷപൂജയ്ക്ക് കാണുന്ന അലങ്കാരത്തോടു കൂടി കാണുന്നതിനെയാണ് ഉഷപൂജ കൃഷ്ണൻ എന്ന് പറയുന്നത്. ആ ഭക്ത അങ്ങനെ ആയിരിക്കില്ലയോ ചോദിച്ചത്. ഇത് നിഖി ചേച്ചി എന്നെ ഇന്നലെ ഓർമ്മിപ്പിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ശരിയാണല്ലോ, അങ്ങനെ ആയിരിക്കില്ലല്ലോ ഭക്ത ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാന്ന്. ഞാൻ എപ്പോഴും ഗുരുവായൂരപ്പനെ നമുക്ക് ഒരുമിച്ച് പോയി തൊഴാം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ആയിട്ടും പോസ്റ്റ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് വാട്സപ്പിലും പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ പറയാറുണ്ട് ഉഷപൂജ കൃഷ്ണനെ തൊഴാം, നമസ്കരിക്കാം എന്നൊക്കെ. ആ ഉഷപൂജ കൃഷ്ണൻ എവിടെയാണ് എന്നായിരിക്കാം ചോദിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ശരിയാണ്, അങ്ങനെ ആയിരിക്കാം ചോദിച്ചിട്ടുണ്ടാവുക. ആ ഉഷപൂജ കൃഷ്ണൻ വരുന്നത് നമ്മുടെ ഫ്ലൈ ഓവറില്ലേ, നമ്മൾ സാധാരണ ജനറൽ ക്യൂ സംവിധാനത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഫ്ലൈ ഓവർ കയറി ഇറങ്ങിയിട്ടാണല്ലോ നമ്മൾ നാലമ്പലത്തിലേക്ക് പോവുക. ആ ഫ്ലൈ ഓവറിന് നേരെ താഴെ കൂത്തമ്പലത്തിൻ്റെ വശത്ത് ആയിട്ടാണ് ഈ ഒരു തൂണിലുള്ള ഉണ്ണികൃഷ്ണനായിട്ടാണ് ഈ ഒരു ഉഷപൂജ കൃഷ്ണന്റെ അലങ്കാരം വരുന്നത്. ഉഷപൂജ കൃഷ്ണൻ അരയിലേക്ക് ഇങ്ങനെ കെട്ടി ഒരു പട്ടുകോണകം മാത്രം കൊടുത്ത് ഒരു കൈയിൽ വെണ്ണയും മറുകൈയിൽ ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന, പുഞ്ചിരിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. ആ ഒരു ശില്പമാണ് ഉദ്ദേശിച്ചത് എങ്കിൽ എന്നോട് ക്ഷമിക്കൂ, ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. തെക്ക് വശത്താണ്, പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ഫ്ലൈ ഓവറിൻ്റെ നേരെ താഴെയായിട്ടാണ് ആ ഉണ്ണികൃഷ്ണനെ കാണാൻ സാധിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ചോദ്യം നോക്കാം അല്ലേ. പേര് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. മെഡിക്കൽ സ്റ്റുഡൻ്റ് ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുള്ള കുട്ടി, ആ കുട്ടി ഇന്ന് ചോദിച്ചിരിക്കുന്നത് നാരായണീയം വായിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് വായിക്കുന്നത്, അത് മതിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്ലോകങ്ങൾ ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ശ്ലോകങ്ങളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് കുട്ടി വായിക്കണമെന്ന് വെച്ചാൽ അത് മതി. അതല്ല കഥയാണ് അനുസ്മരിക്കുന്നത്, കഥ അനുസ്മരിച്ചാലും മതി കേട്ടോ, പോരായികയൊന്നുമില്ല. ആ കഥയാണ് അനുസ്മരിക്കുന്നത് എങ്കിൽ പഠിക്കണ കുട്ടിയല്ലേ, അപ്പോൾ ശ്ലോകങ്ങൾ ചൊല്ലാനും എളുപ്പം ഉണ്ടാവും കേട്ടോ. ഈ സമയത്ത് പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. പ്രദ്യുമ്നോ രൗക്മിണേയ എന്ന് തുടങ്ങുന്ന ആ ഒരു ശ്ലോകമില്ലേ, അതാണ് ചൊല്ലുന്നത് എങ്കിൽ അത് മതി. അതല്ല കഥ അനുസ്മരിക്കുകയാണെങ്കിൽ ആ ശ്ലോകം കൂടി പഠിക്കാനൊന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ. അടുത്തതായിട്ട് പിന്നെ ഞാൻ ആ കുട്ടീനെ ചോദിച്ചിരിക്കുന്നത് പേപ്പറിൽ യെസ് ഓർ നോ എഴുതി അങ്ങനെ ചോദിക്കും. ഞാൻ ഫ്യൂച്ചറിൽ ഒരു കാര്യം യെസ് ഓർ നോ ഇട്ട് ചോദിക്കും, എപ്പോഴും നോ വരും. അപ്പോൾ എനിക്ക് ഗുരുവായൂരപ്പൻ എന്തിനായിരിക്കും എനിക്ക് അത്രയും ഇഷ്ടമുണ്ട്, എനിക്ക് അത്രയും വേണം എന്ന് ആഗ്രഹിച്ചിട്ടും എന്തുകൊണ്ടാണ് നോ എന്ന് പറയുന്നതെന്ന് അറിയില്ല. നോക്കൂ, ഞാൻ നറുക്കിട്ട് നോക്കാൻ പറഞ്ഞത് അത്ര ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിൽ മാത്രം ചെയ്താൽ മതി. എപ്പോഴും നമ്മളങ്ങനെ ചെയ്യേണ്ട കേട്ടോ. നമ്മൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരികയാണ്. അതായത് നമുക്ക് ഒരു നമ്മുടെ ഉള്ളിൽ ഒരു ഡിസിഷൻ ഉണ്ട് വിചാരിക്കുക, ഞാനിപ്പോൾ ഇത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ പോയി നമസ്കരിച്ചിട്ട് ഉണ്ണി കൃഷ്ണ
എനിക്കിത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഇതുകൊണ്ട് എനിക്ക് നന്നാവണേ, ഇതുകൊണ്ട് എനിക്ക് നല്ലത് മാറ്റം വരണേ എന്ന് പറഞ്ഞ് നമസ്കരിക്കുക. അതല്ലാതെ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റണില്ല, ഞാൻ ഇങ്ങനെ ചെയ്യണോ അതോ അങ്ങനെ ചെയ്യണോ, ഇത് ചെയ്താൽ നന്നാവോ അതോ അത് ചെയ്താൽ നന്നാവോ, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരില്ലേ, ആ സമയത്ത് മാത്രം നമ്മൾ ലോട്ടിട്ട് നോക്കിയാൽ മതി. അല്ലാതെ നമ്മുടെ ഉള്ളിൽ എന്താ പറയുക 99% ചെയ്യും, പക്ഷെ എന്നാലും ഗുരുവായൂരപ്പനോട് ചോദിക്കാം അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഒരിക്കലും ചെയ്യണ്ട കേട്ടോ. നമുക്കൊരു തീരുമാനം ഉണ്ടെങ്കിൽ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കും ഗുരുവായൂരപ്പൻ ഉറപ്പായിട്ടും. അല്ല, നമുക്കൊരു തീരുമാനം ഇല്ലാത്ത അവസരത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരാനും ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ നിൽക്കും കേട്ടോ, അതിലൊരു സംശയവും ഇല്ല. അടുത്തതായിട്ട് ബിന്ദു എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, പാലഭിഷേകം ഷീട്ടാക്കാൻ ഒരു ദിവസത്തേക്ക് പറ്റുമോ എന്ന്. ഒരു ദിവസത്തേക്ക് പറ്റില്ല, മിനിമം 15 ദിവസത്തിനാണ് പറ്റുള്ളൂ. ഒരു ദിവസത്തിന് 30 രൂപയാണ് ഷീട്ടാക്കാൻ വേണ്ടത് കേട്ടോ. അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ നിന്ന് വേണം അത് ഷീട്ടാക്കാനായിട്ട്. അടുത്തതായിട്ട് ശോഭ സി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിത നമസ്കാരം, ഇതിനു മുമ്പ് ഞാൻ ചോദ്യം ചോദിച്ചിട്ട് ഒന്നിന് മാത്രം മറുപടി കിട്ടി, ഈ സംശയം തീർത്തു തരുമോ? ഞാൻ വയനാട് മടക്കിയിലാണ് താമസം, എൻ്റെ അസുഖം മാറി നടക്കാറായിട്ട് വേണം ഭഗവാനെ കാണാൻ വരാൻ. നാമം എഴുതിയ മാല വീട്ടിലെ കൃഷ്ണ വിഗ്രഹത്തിലോ കൃഷ്ണൻ്റെ ഫോട്ടോയിലോ ചാർത്താൻ പറ്റുമോ? മാത്രമല്ല കുറേ നാൾ കഴിഞ്ഞാൽ അത് മാറ്റാമോ? പിന്നെ ആ മാല എന്ത് ചെയ്യണം എന്ന മറുപടി പറയാമോ എന്ന്. നമ്മുടെ വീട്ടിലെ കൃഷ്ണനെ ചാർത്താം, അല്ലെങ്കിൽ കൃഷ്ണ വിഗ്രഹത്തിലോ കൃഷ്ണൻ്റെ ഫോട്ടോയിലോ എവിടെയാച്ചാൽ ചാർത്താം കേട്ടോ. അത് പിന്നീട് എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, അത് ഒഴുക്കിക്കളയാണ് നല്ലത്, നാമമല്ലേ, ഒഴിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഒഴുക്കിക്കോളൂ, അല്ലെങ്കിൽ അഗ്നിയിൽ ദഹിപ്പിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് ജയകൃഷ്ണൻ എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്, ശ്രീകോവിൽ നെയ്വിളക്ക് ഷീട്ടാക്കി നിർമാല്യം തൊഴുവാൻ ഏത് സമയത്തിനാണ് വരിയിൽ നിൽക്കേണ്ടത്? 2:15 ആ ഒരു നിർമാല്യത്തിനുള്ള നെയ്വിളക്കിൻ്റെ ഷീട്ട് എടുക്കാൻ പറ്റുക. 2:15 ആ കൗണ്ടർ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ പോയിട്ട് നമ്മൾ ഷീട്ടാക്കുകയാണെങ്കിൽ നമുക്ക് അവർ വരി പറഞ്ഞു തരും, ആ സമയത്ത് നിന്നാൽ മതിയാവും കേട്ടോ. ഓക്കെ. അടുത്തതായിട്ട് ഗീത KS എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ ഫലശ്രുതി ചൊല്ലേണ്ടതുണ്ടോ, ഒന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന്. അതായത് ഞാൻ ചൊല്ലുമ്പോൾ ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നാദനം ധ്യായേൽ സർവവിഘ്നോപശാന്തേ, ആ ഭാഗം തൊട്ടേ ചൊല്ലാറുള്ളൂ കേട്ടോ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം ശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭാവഭയഹരം സർവലോകൈകനാഥം ഓം വിശ്വം വിഷ്ണു വഷഡ്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു, ആ ഒരു ഭാഗം തൊട്ടേ ചൊല്ലാറുള്ളൂ. അതിന് മുന്നത്തെ ഭാഗം തൊട്ട് ചൊല്ലാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൊല്ലാം, നിർബന്ധമില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചൊല്ലുമ്പോൾ എങ്ങനെയാണോ ചൊല്ലാറുള്ളത് അങ്ങനെയാണ് ഞാൻ ചൊല്ലാറുള്ളത് കേട്ടോ. അടുത്തതായിട്ട് സ്നിഗ്ധ സുകേഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഹലോ സവിത, ഞാൻ ഹൈദരാബാദിലാണ് ജോലി ചെയ്യുന്നത്. മെയ്യിൽ 1 മാസം നാട്ടിൽ വന്നപ്പോൾ തൈറോയിഡ് സർജറി ഒക്കെ ആയിരുന്നു. എല്ലാ ദിവസവും ബിസി ആയിരുന്നു. പക്ഷെ തിരിച്ചു പോരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് കണ്ണനെ കാണാൻ പോയി. വെക്കേഷൻ കാരണം കൊണ്ടാവും, ഭയങ്കര തിരക്കായിരുന്നു, ഉള്ളിൽ കയറാൻ കഴിഞ്ഞില്ല. പക്ഷെ പുറത്തുനിന്ന് തൊഴുതു. രാവിലെ ശിവേലി നടക്കുന്ന സമയം എനിക്ക് കളഭം കിട്ടണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. വഴിപാട് ഷീട്ടാക്കിയപ്പോൾ കളഭം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവിടെ പോയി തൊഴാൻ പറ്റാത്തവർക്ക് കൊടുക്കാനും എനിക്ക് കൊണ്ടുപോകാനും വേണ്ടിയായിരുന്നു അത്. എല്ലാ വ്യാഴാഴ്ചയും അത് തൊട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അതുപോലെ മുമ്പ് ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് 10 വർഷം ജോലി ചെയ്ത പൈസ കിട്ടാനുണ്ട്, തന്നില്ല അവർ. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും തന്നില്ല. കണ്ണനോട് ഒരുപാട് പ്രാർത്ഥിച്ചു, നടക്കണില്ല. നമുക്ക് ഹിതമല്ലാത്തത് കണ്ണൻ തരില്ല എന്നല്ലേ പറയാം. പക്ഷേ ഇവിടെ ഏത് രീതിയിലാണ് ഹിതമല്ലാത്തത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവണില്ല. പക്ഷെ കണ്ണൻ എനിക്ക് വേണ്ടതെല്ലാം സമയത്തിന് തന്നിട്ടുണ്ട്. എന്നാലും കളഭം തരാത്തതിൽ വിഷമമായി. കഴിയുമെങ്കിൽ സവിത ഒന്ന് വായിച്ച് റിപ്ലൈ തരണേ. വിഷമിക്കണ്ട, എന്തിനാ വിഷമിക്കണേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് സുധാമാവ് എന്ന കുചേലനെ ഭഗവാൻ അനുഗ്രഹിച്ച് അനേകം ധനം നൽകി കേട്ടോ. അദ്ദേഹത്തിന് പങ്കജാക്ഷ കൃപ കൊണ്ട് മുട്ടി കുചേലൻ എന്നാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല ബുദ്ധിമുട്ടായി അദ്ദേഹത്തിന്. എന്ന് വെച്ചാൽ എന്താ, അദ്ദേഹത്തിന്റെ ഇരുവശങ്ങളിലുമായിട്ട് അദ്ദേഹത്തിന് വെഞ്ചാമരം വീശാനും ആലവട്ടവും കൊടയൊക്കെ പിടിക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൊട്ടാര സദൃശ്യമായ വീട്, അതിൽ അനേകം പരിചാരകര്. ഇതൊന്നും അദ്ദേഹത്തിന് ശീലമില്ലാത്ത കാര്യമാണ്, പുതിയ കാര്യങ്ങളാണ്. നമുക്ക് പുത്തൻ പണക്കാരെന്ന് പറയില്ലേ, അവരുടെ ഒരു അഹങ്കാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊട പിടിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. എന്നാൽ ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ഇദ്ദേഹം എല്ലാം ഭഗവാന്റെ കൃപയാണ് പറഞ്ഞത്, നാമം ജപിക്കുക, വേറൊന്നും ചെയ്തില്ല. ആരൊക്കെയാണ് ഉള്ളത് ഇവിടെ? ഇത്ര സെർവൻസ് ഉണ്ട് എനിക്ക്,
അപ്പോൾ ശ്രീമതി ശാഖാഹരി വിസ്തരിച്ച് പറയൂട്ടോ, നമ്മളൊക്കെയാണ് കുചേലന്റെ സ്ഥാനത്ത് എങ്കിൽ ദ്വാരകയിൽ നിന്ന് എത്ര പാത്രങ്ങൾ വന്നു, എത്ര വെള്ളിപ്പാത്രം ഉണ്ട്, എത്ര സ്വർണ്ണപാത്രം ഉണ്ട്, എത്ര പരിചാരകരുണ്ട്, എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്നത്, എത്ര പട്ടുസാരി എൻ്റെ ഭാര്യയ്ക്കുണ്ട്, എത്ര തരം ഉടുപ്പുകൾ എൻ്റെ കുട്ടികൾക്കുണ്ട്, ഇങ്ങനെയൊക്കെ കണക്കെടുക്കാൻ നിൽക്കും. അദ്ദേഹം ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന അദ്ദേഹത്തിന് ഒരിക്കലും പണത്തിന്റെ ഒരു ഗർവോ അഹങ്കാരമോ വരില്ല അല്ലെ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കാൻ ഇത്ര കണ്ട് താമസിച്ചത്? അത് ആലോചിച്ചിരുന്നു? ഭഗവാൻ വേണമെങ്കിൽ ഭഗവാൻ എന്താ പറയാ, യോഗേശ്വരനാണ്. അദ്ദേഹത്തിന് അറിയാത്തതായിട്ട് ഒന്നുമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ എത്രയോ മുമ്പ് ഈ സുധാമാവിനെ ധനികനാക്കി മാറ്റാമായിരുന്നു, കോടീശ്വരനാക്കി മാറ്റാമായിരുന്നു അല്ലേ. എന്നിട്ടും ഹിതമല്ലാത്തതല്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഭഗവാൻ കൊടുക്കാഞ്ഞത്? അങ്ങനെ ഒരു ചോദ്യം ഇല്ലേ എവിടെ? ഈ ചോദ്യത്തിൽ ഇവിടെ പറയുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ 10 വർഷത്തെ പണമോ കിട്ടിയാൽ എന്തുകൊണ്ട് എനിക്കത് ഹിതമായി വരില്ല എന്നുള്ളത് അത് ഭഗവാനെ അറിയുള്ളൂ. നമ്മൾ എന്താണ് അനുഭവിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്തായാലും നമ്മുടെ ഉണ്ണികൃഷ്ണനാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. ഇപ്പോൾ ഒരു വഴിയിലൂടെ പോയാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തുള്ളൂ എന്നൊന്നുമില്ല. മറ്റേ വഴിയിൽ കൂടെ പോയാലും ആ ലക്ഷ്യത്തിൽ എത്തുമായിരിക്കാം ഇല്ലേ. അത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ തീരുമാനിക്കട്ടെ എന്ന് കരുതുക. ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കൊടുത്താൽ മാത്രമേ മറ്റൊരു സ്ഥലത്ത് ജോലി കിട്ടുള്ളൂ എന്ന് ഉണ്ണികൃഷ്ണൻ തീരുമാനിക്കാതിരുന്നാൽ പോരെ. അതല്ലാതെ ഇപ്പൊ വേറെന്തിനാ നമുക്ക് ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്? ഇനി ആ 10 വർഷത്തെ പണം അവർ തന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു വരും, ഉറപ്പാണത്, 100% ഉറപ്പാണ്. നമുക്ക് ഭഗവാൻ നമുക്ക് അർഹതപ്പെട്ടതൊന്നും മറ്റൊരാൾക്ക് കൊടുക്കില്ല. അതിനി നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര പ്രാർത്ഥിച്ചില്ലെങ്കിലും നമുക്ക് അർഹതയുള്ളത് നമുക്ക് നേരാനേരങ്ങളിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ തന്നിരിക്കും, ഉറപ്പാണ് കേട്ടോ. അപ്പം കളഭം കിട്ടാത്തതിൽ വിഷമിക്കേണ്ടാന്നേ. ഓൺലൈൻ സൈറ്റിൽ അഡ്രസ്സ് കൊടുത്ത് ബുക്ക് ചെയ്താൽ നമ്മുടെ വീട്ടിലേക്ക് അയച്ചു തരും. പിന്നെ എന്തിനാ സങ്കടപ്പെടണേ? ഇതൊരുപാട് പേർക്കുള്ള എക്സ്പീരിയൻസ് ആണ്, എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ. കാരണം പെട്ടെന്ന് കളഭം വേണം, ഒന്ന് ഷീട്ടാക്കൂ സവിത എന്ന് എൻ്റെ റിലേറ്റീവ്സ് വിളിച്ചു പറയും. അവർ നാളെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി ഷീട്ട് ചോദിക്കുമ്പോൾ ഷീട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ കളഭം ഞാനിപ്പോൾ എങ്ങനെയാ കിട്ടുക എന്ന് ചോദിച്ചാൽ ഞാൻ നല്ലോണം ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ കളഭത്തിന്റെ സ്റ്റോക്ക് വളരെ കുറവാണ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ചിരിക്കും. നമ്മുടെ ഉണ്ണികൃഷ്ണനോട് നമ്മുടെ ആഗ്രഹം അതിതീവ്രമായിട്ട് പറഞ്ഞ് സമീപിച്ചാൽ ഉണ്ണികൃഷ്ണൻ നമുക്ക് ഉറപ്പായിട്ടും അത് തരും, 100% ഉറപ്പാണ്. അങ്ങനെ തന്നെ വിശ്വസിക്കൂ. കളഭം ഉടനെ തന്നെ വീട്ടിലെത്തിച്ചു തരട്ടെ നമ്മുടെ ഉണ്ണി കേട്ടോ. അടുത്തതായിട്ട് സനാതനം എന്ന ഐഡിയിൽ നിന്നാണ്, സവിത എനിക്ക് ഗുരുവായൂരപ്പനോട് നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സവിത ഗുരുവായൂരപ്പൻ എന്നെ എപ്പോഴും കാത്തു രക്ഷിക്കുന്നു, മറുപടി തരണേ എന്ന്. നമുക്ക് നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുക. നമ്മുടെ അച്ഛനോട് നമ്മൾ എങ്ങനെയാ നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുക? അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളോട് എങ്ങനെയാ പ്രകടിപ്പിക്കുക? നമ്മുടെ ഗുരുവിനോട് എങ്ങനെയാ? അമ്മയോട് എങ്ങനെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കരുതലോടുകൂടി കൊണ്ട് നടക്കുന്ന ഒരാളോട് നമ്മൾ എങ്ങനെയാ സ്നേഹം അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കുക? അവരെ സ്നേഹിച്ചുകൊണ്ടാണ് അല്ലെ. ഉണ്ണികൃഷ്ണനെ സ്നേഹിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണന്റെ അടുത്ത് നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ടത്. എങ്ങനെയാ സ്നേഹിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഉണ്ണിക്ക് കുറച്ച് പാല് കൊടുത്തു നോക്കൂ. ഉണ്ണി കൃഷ്ണ, ഇന്നതാ അമ്മ പാലാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പാലാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അങ്ങത് സ്വീകരിക്കണേ എന്നൊന്ന് പറഞ്ഞു നോക്കൂ. ഉണ്ണികൃഷ്ണൻ സ്വീകരിച്ചിരിക്കും. അല്ലെങ്കിൽ ഒരു ലേശം പാൽപ്പായസം ഉണ്ണിക്ക് കൊടുത്തു നോക്കൂ. കുറച്ച് വെണ്ണ കൊടുത്താലോ, കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി നേദിച്ചാലോ. ഇങ്ങനെ എങ്ങനെയൊക്കെയാണോ ഉണ്ണികൃഷ്ണനെ സ്നേഹിക്കാൻ സാധിക്കുക, അങ്ങനെയൊക്കെ സ്നേഹിച്ചാൽ മനസ്സിൽ ആ ഉണ്ണികൃഷ്ണൻ നിറഞ്ഞു വരും. പിന്നെ ഉണ്ടല്ലോ, പിന്നെ നന്ദിയും സ്നേഹത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഉണ്ണിയുടെ ആയി. ഉണ്ണി നമ്മളെ ഇങ്ങനെ കൊണ്ടു നടക്കും. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ പുറകിലേക്ക് ഒന്ന് എടുത്തു നോക്കണം കേട്ടോ. ആ എടുത്തു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എത്ര കണ്ട് നമ്മളെ കരുതി കരുതി കൊണ്ട് നടക്കുകയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണന്. ഓരോ നിമിഷവും നമുക്കത് മനസ്സിലാവും. ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ, ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് നമ്മൾ തന്നെ മറന്നുപോകും, പക്ഷെ ഭഗവാൻ ഒരിക്കലും മറക്കില്ല. ആ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് അദ്ദേഹം എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് എത്തിച്ചു തന്നിരിക്കും.
അതാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. അപ്പോൾ അങ്ങനെ ഉറച്ച് വിശ്വസിക്കൂ. നന്ദിയും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കൂ ഉണ്ണികൃഷ്ണനോട്. സ്നേഹിച്ചോളൂ ഉണ്ണികൃഷ്ണനെ, വെറുതെ ആവില്ല ഉണ്ണികൃഷ്ണനെ. പ്രാർത്ഥിച്ചോളൂ ഉണ്ണികൃഷ്ണനോട്. എന്തും സാധ്യമാക്കി തരുന്ന നമ്മുടെ ആ ഒരു പാരിജാത വൃക്ഷത്തിനോട്. ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ത്വൽ പ്രസാദായ ഭൂയാൽ, ത്വൽ പ്രസാദായ ഭൂയാൽ. സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖവിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പാ ശരണം ഹരേ.